നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണാനാകുന്നത് ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഡിവൈസാണ്. അതിൻ്റെ ആൻറ്റിനയും ഉൾപ്പെടെയുള്ള ഡിവൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിസീവർ ഉൾപ്പെടെയുള്ള ഡിവൈസിൽ ആനയെ ട്രാക്ക് ചെയ്യുകയാണ്. കർണാടക വനം വകുപ്പാണ് ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂർ വനമേഖലയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് തുറന്നു വിട്ടിരുന്നത്. ആ ആനയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ആൻറ്റിനയാണ് ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ പക്കൽ ഉള്ളത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഡിവൈസ് കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ആ ദൃശ്യങ്ങളാണ് തത്സമയം റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കണ്ടത്. ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ആനയെ ട്രാക്ക് ചെയ്യുന്നതിനും ആനയെ ഡാർട്ട് ചെയ്യുന്നതിനും, അതായത് മയക്കുവെടി വെക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ ഉത്തരവ് ഉച്ചയോടുകൂടി പുറത്ത് ഇറങ്ങിയിരുന്നു, ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിരുന്നു. അതിനനുസരിച്ച് ഇന്ന് തന്നെ മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റേഡിയോ കോളർ സിഗ്നൽ വഴി ആന എവിടെയാണ് എന്ന് ട്രേസ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ആന ഇപ്പോൾ പടമല ഭാഗത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അജീഷിനെ കൊലപ്പെടുത്തിയ പടമല ഭാഗത്തിന് അടുത്തുള്ള ഒരു കുന്നിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ കുന്നിൽ നിന്ന് ഈ സാഹചര്യത്തിൽ മയക്കുവെടി വെക്കാൻ സാധിക്കില്ല. കാരണം ഒരു സമതലത്തിൽ വെച്ച് മാത്രമേ ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുന്നിറക്കിയ ശേഷം ഒരു സമതലത്തിൽ എത്തിച്ച ശേഷമേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ വനം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആനയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ആനയുടെ റേഡിയോ കോളറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആൻറ്റിനയിലൂടെ ആനയെ ട്രാക്ക് ചെയ്യുകയും ആ ഡിവൈസിലൂടെ ആനയെ ലൊക്കേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നതും കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇപ്പോൾ ആനയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ആനയെ ഒരു സമതലത്തിലേക്ക്, ഇപ്പോൾ കുന്നിൻ ചെരുവിലുള്ള ആനയെ ഒരു സമതലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. 2 കുംകി ആനകളെയാണ് മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ നിന്ന് എത്തിക്കുന്നത്. ആനയെ ഇന്ന് തന്നെ മയക്കുവെടി വെക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ വരെ തുടരുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. കാരണം ഈ ജലത്തിൻ്റെ ലഭ്യത ഉൾപ്പെടെ കുറഞ്ഞ പ്രദേശത്താണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആന ഏത് സമയത്തും ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ ഇന്ന് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത് തന്നെയാണ് സുരക്ഷിതത്വവും ആവുക. അതുകൊണ്ട് ഇന്ന് തന്നെ മയക്കുവെടി വെക്കുമെന്നുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. അത് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു തീരുമാനം കൂടിയാണ്. അത് ഔദ്യോഗികമായി പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആനയെ മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായി ട്രാക്ക് ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ഈ ആൻറ്റിനയിൽ നിന്നുള്ള സിഗ്നലുകൾ നേരത്തെ ലഭിക്കാത്തതാണ് ആന ജനവാസ മേഖലയിൽ എത്തുന്നതിന് ഉള്ള കാരണമെന്നാണ് നേരത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനം മന്ത്രിയും ഉൾപ്പെടെ അറിയിച്ചിരുന്നത്. കർണാടകം കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്ന് പറയാനാകില്ല എന്നാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ റിപ്പോർട്ടറിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആനയെ ഡാർട്ട് ചെയ്യുന്നതിന്, അതായത് മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായി ആനയെ ട്രാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം കുംകികളെ എത്തിച്ചുകൊണ്ട് ആനയെ ഒരു സമതലത്തിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാവുക. ഇപ്പോൾ കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനപാലകരും കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ബന്ദിപ്പൂർ വനമേഖലയിൽ കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് തുറന്നു വിട്ടിരുന്ന ആനയാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ എത്തുകയും പടമലയിൽ അജീഷ് എന്ന് പറയുന്ന മധ്യവയസ്കന്റെ ജീവൻ ഇന്ന് രാവിലെ 7:15 എടുക്കുകയും ചെയ്തിരുന്നത്. സ്ഥിരം പ്രശ്നക്കാരനായിരുന്ന ആനയെയാണ് കർണാടക വനം വകുപ്പ് പിടികൂടുകയും പിന്നീട് റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് തുറന്നു വിടുകയും ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ ആനയുടെ സാന്നിധ്യം കേരളത്തിലെ വനം വകുപ്പ് വനാതിർത്തികളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് പടമല ഉൾപ്പെടുന്ന മാനന്തവാടി നഗരസഭയിലെ ജനവാസ മേഖലയിലേക്ക് ഈ ആന എത്തിച്ചേർന്നത്. ഇന്ന് 7:15 കൂടിയാണ് അജീഷിന് നേർക്ക് ആക്രമണം ഉണ്ടാകുന്നത്. രാവിലെ കൃഷിയിടത്തിലേക്ക് തൊഴിലാളികളെ വിളിക്കാൻ പോയിട്ടുള്ള അജീഷിനെയും സംഘത്തെയും ആന ഓടിക്കുകയായിരുന്നു. വയലിൽ നിന്ന് അജീഷ് നിന്നിരുന്ന റൂട്ടിലേക്ക് ആന
ഓടിക്കയറുകയും അതിനുശേഷം അജീഷ് ഓടിക്കേറിയ വീട്ടിന് പുറകിലേക്ക് വീടിൻ്റെ മതിൽ തകർത്തുകൊണ്ട് ആന കയറുകയും പിന്നീട് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഏറെ ദാരുണമായ സംഭവം വലിയ പ്രതിഷേധത്തിനാണ് വയനാട്ടിൽ വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആനയെ മയക്കുവെടി വെക്കുന്നതിന് മുൻപുള്ള നടപടികളാണ് മാനന്തവാടി പടമല പ്രദേശത്ത് പുരോഗമിക്കുന്നത്.